നിക്കവിടെ. നിങ്ങൾ അങ്ങോട്ടാ? സാവിത്രി, എനിക്ക് കാർത്തിമോനെ ഒന്ന് കാണണം. എന്ത് കാര്യത്തിന്? എന്റെ മോനെ നിങ്ങൾ കാണേണ്ട എന്താ ആവശ്യം? സാവിത്രി, അതൊരു കാര്യമുണ്ട്. എന്ത് കാര്യമാണെന്നാ എനിക്കറിയേണ്ടത്. അത് പിന്നെ ഞാൻ അവനൊരു അപകടം പറ്റുന്നതായിട്ട് ദുസ്വപ്നം കണ്ടു. അയ്യോ, നിങ്ങൾ ദുസ്വപ്നം കണ്ടാലേ എന്റെ മോനങ്ങ് മരിക്കാൻ പോവല്ലേ? സാവിത്രി, അവനോടൊന്ന് സൂക്ഷിക്കണമെന്ന് പറയാനാണ്. പിന്നെ അവനോട് സൂക്ഷിക്കണമെന്ന് പറയാൻ നിങ്ങൾ ആരാ? അവൻ ആരാന്ന് അറിയാത്തതുപോലെ. എന്റെ മോനെ പോലീസ് ഓഫീസറാ, പോലീസ് ഓഫീസർ, ACP. ഇവനിവിടെ ACP ആയിരിക്കുന്നത് കൊണ്ടേ ഈ ജില്ലയിലെ ഗുണ്ടകളെല്ലാം കേരള സ്റ്റേറ്റ് വിട്ടിരിക്കുക. ഇവനെ പേടിച്ച് തീ വിഴുങ്ങി പപ്പനും കലപ്പ സജി എന്നീ 2 ഗുണ്ടകളെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു, അറിയോ? ക്രിമിനലുകൾക്കെല്ലാം പേടി സ്വപ്നമായ എന്റെ മകന് ആപത്ത് വരുന്നതായിട്ട് നീ സ്വപ്നം കണ്ടെന്ന്. ദേ, എന്റെ മകനെ പഴയതുപോലെ വരുതിയിലാക്കാൻ പുതിയൊരടവ്. കൊള്ളാം. അതിന് ചെലവാകില്ല. എന്റെ മകന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. അതിലൊന്ന് നീ ഇടപെടണ്ട, മനസ്സിലായോ? നിക്കടി അവിടെ. ഓ, വന്നു മധ്യസ്ഥതയ്ക്കും വാർത്തമ്മ. എന്നാടി നിനക്കവൻ നിന്റെ മകൻ മാത്രമായത്? നീ പ്രസവിച്ച നിന്റെ മകന് നീ നേരെ ചൊവ്വേ പാല് കൊടുത്തിട്ടുണ്ടോടി? പ്രസവിച്ചിട്ട് നീ നിന്റെ കാര്യം നോക്കി നടന്നു. കണ്ണു തുറക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അതിനെ ഏറ്റുവാങ്ങി വളർത്തിയത് ഈ നന്ദിനിയാ. കളിപ്പിച്ചതും പാട്ടുപാടി ഉറക്കിയതും നടക്കാൻ പഠിപ്പിച്ചതും ഒക്കെ ഈ വളർത്തമ്മയാ. LKG തൊട്ട് സ്കൂളിലും കോളേജിലും ഒക്കെ കൊണ്ട് ചേർത്തതും പഠിപ്പിച്ചതും നല്ല വഴിയിൽ നടക്കാൻ ഉപദേശിച്ചതും അവനെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചതും ഈ അമ്മയാടി. നീ അവന്റെ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോടി? ഉണ്ടോ? എടി, പ്രസവിക്കാതെ മക്കളെ വളർത്താം. അതിന് മറ്റൊന്നും വേണ്ട, സ്നേഹവും വാത്സല്യവും മാത്രം മതി. അവനൊരു ആപത്ത് വരാൻ പോകുന്നു ഇവള് സ്വപ്നം കണ്ടു. ഈ അമ്മയുടെ മനസ്സില് ആ മകൻ ഉള്ളതുകൊണ്ടാ ഇവള് ദുസ്വപ്നം കണ്ടത്. അതാണ് അമ്മ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. കാരണം നിനക്ക് അമ്മ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. നീ അമ്മയല്ല. കേറി പൊടിയകത്ത്, എന്റെ നാവിന്ന് നല്ലത് കേൾക്കാതെ. വിഷമിക്കാതെ മോളെ, ഇത് നന്ദി കെട്ടവരുടെ ലോകം.
ക്ഷമിച്ചേക്ക്. പിന്നെ നിന്റെ പ്രാർത്ഥനകളുള്ളപ്പോ അവനൊന്നും പറ്റില്ല മോളെ. കണ്ണേൽ കൊള്ളേണ്ടത് പുരികത്ത് തട്ടിപ്പൊയ്ക്കോളൂ. അന്ത്യകാലത്ത് വൃദ്ധസദനങ്ങളിലാ മാതാപിതാക്കള്. മക്കള് കൊണ്ടു ചെന്ന് കളയുന്നതാ. അതൊക്കെ ഓർക്കുമ്പോ ഈ നന്ദി കിടക്ക് എത്രയോ ചെറുതാ. എന്തായാലും ഈ എല്ലാ ആപത്താ. പ്രശ്നം ഒന്ന് നോക്കണം. നാളെ തന്നെ ഒരു ജോത്സ്യനെ വരുത്താം. അതെ, എനിക്ക് സ്വാമിനാഥൻ സാറിനൊന്ന് കാണണമായിരുന്നു. സാറിന്റെ ക്യാബിനിലുണ്ടല്ലോ, ഇപ്പൊ ചെന്നാ കാണാം. ആ ശരി ശരി. നമസ്കാരം സാർ. നമസ്കാരം നമസ്കാരം. ഇരിക്കും വൈശാഖേ, ഇരിക്കെ. ആ ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു. മിസ്സസ് എന്തേ? അവള് വീട്ടിലുണ്ട്. പിന്നെ ആർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നതിനെ പറ്റി എന്തു പറയുന്നു? പോസിറ്റീവ് ആണോ അതോ നെഗറ്റീവോ? അല്ല, നെഗറ്റീവാ. മിസ്സസിന് അഭിനയിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഓക്കെ ഓക്കെ സാർ, ഞാൻ ഒത്തിരി നിർബന്ധിച്ച് നോക്കി. പക്ഷേ മിസ്സസിന് വല്ലാത്ത പേടിയാ. ഇതിലെത്ര പേടിക്കാൻ എന്തിരിക്കുന്നു? താല്പര്യമില്ലാത്ത ഒരാളെ നമ്മളങ്ങനെ നിർബന്ധിക്കുന്നത് ശരിയാണോ സാർ? ഇറ്റ്സ് ഓക്കെ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. വൈശാഖ് സാർ, ചോദിക്കുന്നതുകൊണ്ട് ഒന്ന് തെറ്റിദ്ധരിക്കില്ലേ? വെറുതെ ചോദിക്കുന്നതാ. നിങ്ങൾ രണ്ടുപേരും എന്തോ ഒരു പ്രശ്നത്തിലാണെന്ന് എനിക്ക് തോന്നി. എന്താ എന്റെ ആ ധാരണ ശരിയല്ലേ? ഹേ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല സാറേ. ഇല്ലേ? ഇല്ല. ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുള്ള ഒത്തിരി ജീവിതാനുഭവമുള്ള ആളാണ് ഞാൻ. ഒരാളുടെ മുഖത്തേക്ക് നോക്കിയാൽ അയാളുടെ മനസ്സ് വായിക്കാൻ എനിക്കറിയാം. അല്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഇനി എന്തെങ്കിലും മാറി ചിന്തിക്കുകയാണെങ്കിൽ എന്റെ അടുത്തേക്ക് വരണം. മാത്രമല്ല, എപ്പോഴെങ്കിലും എന്റെ സഹായം ആവശ്യമാണെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത്. ദാ, ഈ കാർഡ് കയ്യിൽ വെച്ചോളൂ. ആ കാർഡിലെ എന്റെ പേഴ്സണൽ നമ്പറുണ്ട്. എന്താവശ്യം വന്നാലും എന്നെ വിളിക്കാൻ മറക്കരുത്. ലണ്ടനിലുള്ള എന്റെ പെങ്ങള് മാനസ്യ പോലെ ഇരിക്കും മൈഥിലിയും. എന്തായാലും മൈഥിലിയോട് എന്നെ അന്വേഷണം പറയാൻ മറക്കരുത്. ശരി സാർ. മീനാക്ഷിയെ കാണുന്നില്ലല്ലോ. ഇവളിത് എവിടെ പോയി? മീനാക്ഷി, എഞ്ചുവാവേ. മീനാക്ഷി, മീനാക്ഷി, നീ വാ. അമ്മ, എന്താ അമ്മേ? മോളെ, മോളോട് അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്. പറയമ്മേ. കാർത്തിമോൻ എവിടെ? ACB ഓഫീസിൽ പോയിരിക്കാം. മോളെ, അമ്മ ഒരു ദുസ്വപ്നം കണ്ടു. ദുസ്വപ്നോ? കാർത്തിമോനെ ചിലർ ചേർന്ന് ആക്രമിക്കുന്നതായിട്ട്.
എനിക്കെന്തോ വല്ലാത്ത ടെൻഷൻ. അമ്മ പേടിക്കണ്ട, സ്വപ്നല്ലേ. സ്വപ്നമാണെങ്കിലും അമ്മയ്ക്കൊരു പേടി. അവനെ എങ്ങനെയെങ്കിലും മോളെ വിവരം അറിയിക്കണം. അതിനൊരു വഴിയുണ്ട്. ഞാൻ അറിയിച്ചോളാം. അമ്മ സമാധാനായിട്ടിരിക്കെ. ഷേ, പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ, ഒന്നും വരില്ല. ദാ പോയ്സൺ വരുന്നുണ്ട്. ഒന്ന് നിന്നേ. എന്തായിരുന്നടി ഒരു ഗൂഢാലോചന? ആ, ഒരാളെ തട്ടാനുള്ളൊരു പ്ലാൻ തയ്യാറാക്കുമായിരുന്നു. ആരെ? അത് പറഞ്ഞ അതിന്റെ സസ്പെൻസ് പോയില്ലേ? ചെമ്പകമംഗലത്തുകാരുടെ പാരമ്പര്യവും സ്വഭാവവും ആ കാർത്തിക്കിന്. അതാണല്ലോ ഈ ധിക്കാരമൊക്കെ കാണിക്കുന്നത്. ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്ത് അയാളെ ഒതുക്കി നിർത്തണം, എന്നാലേ അയാൾ പഠിക്കൂ. അതിന് തന്നെയാ സാർ എന്റെ ഉദ്ദേശം. ഞാൻ ആ വിജയനോടും കൂട്ടരോടും വരാൻ പറഞ്ഞിട്ടുണ്ട്. അവര് ചെമ്പകമംഗലത്ത് കോലാഹലം ഉണ്ടാക്കുന്നതിലൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ മീനാക്ഷിയോട് അതെനിക്കിഷ്ടമല്ല. മീനാക്ഷി എനിക്ക് വേണം. അവളെ മറ്റാരെ സ്വന്തമാക്കുന്നത് എനിക്കിഷ്ടമല്ല. അവളുടെ വല്യമ്മയായ ഞാൻ ആ ഓഡിറ്റോറിയത്തിൽ നിൽക്കുമ്പോൾ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ കൊച്ചിനെ പിടിച്ചു വലിച്ചോണ്ട് പോയി ബലമായി അവളുടെ കഴുത്തിൽ താലി കെട്ടുക, അവളെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തുക, എന്തൊക്കെ അഹങ്കാരം അവൻ കാണിച്ചത്. അത് അയാൾക്കുണ്ടായ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ ഒരു അതിബുദ്ധി കാണിച്ചതാ. ഇതൊക്കെ ആർക്കാ മനസ്സിലാവാത്തത്? ആ അതിബുദ്ധി അവന്റെ കയ്യിൽ വെച്ചാ മതി. ഞാൻ അവന്റെ അച്ഛൻ പെങ്ങളൊക്കെയാ, സമ്മതിച്ചു. പക്ഷെ ശത്രു തന്നെയല്ലേ. അവിടെ രക്തബന്ധമൊക്കെ ഇന്ദ്രജയ്ക്ക് വിഷയമല്ല. നമസ്കാരം മാഡം. ആ, നമസ്കാരം. കൈകാര്യം ചെയ്യേണ്ട ആളെ മനസ്സിലായോ? മനസ്സിലായി. ACP കാർത്തിക്. അദ്ദേഹം യൂണിഫോമിലായിരിക്കില്ലേ മാഡം? അതിന് നിനക്കെന്താ? ഓ, ഇതാണോ? ഇക്കാര്യത്തിൽ നീ പേടിക്കണ്ട. സുപ്പീരിയർ ഓഫീസർ നമ്മുടെ ആളാ. ശരി മാഡം, അത് വലിയ സന്തോഷം. ഇനി എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ മതി. അവനൊരു ഷോക്ക് കൊടുത്താ മതി. എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. വാ. ഇതൊക്കെ ഞങ്ങൾ ഏറ്റു. ഇത് ഈസിയാ. പണി കഴിഞ്ഞാൽ ഉടനെ എന്നെ വിളിക്കണം. കൂലി ചോദിച്ച് കാത്തു നിർത്തുന്നത് എനിക്കിഷ്ടമല്ല. മാധവ മന്ദിരത്ത് ഇന്ദ്രജിയെ വെല്ലുവിളിച്ച് ACP കാർത്തിക് അങ്ങനെ വിലസണ്ട. ഞാൻ ആരാണെന്ന് അവൻ അറിയാൻ പോകുന്നതേയുള്ളൂ. മോളെ, അമ്മ ഒരു ദുസ്വപ്നം കണ്ടു. കാർത്തിമോനെ ചിലർ ചേർന്ന് ആക്രമിക്കുന്നതായിട്ട്. മീനാക്ഷിയാണല്ലോ വിളിക്കുന്നത്. അല്പം ഗൗരവത്തിൽ തന്നെ സംസാരിക്കാം. ഹലോ, ഞാൻ മീനാക്ഷിയാ. ആരായാലും എന്താ കാര്യം പറയൂ. എന്തോ ഒരു ആപത്ത് വരുന്നത് പോലെ. ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയാനാ ഞാൻ വിളിച്ചത്. ആപത്തോ? എന്താപത്ത്?
ഇതിൽ കൂടുതൽ എന്താപത്താ വരാനുള്ളത്? ഒരു അപകടം മണക്കുന്നതായിട്ട് തോന്നി. അതിനൊരു മുന്നറിയിപ്പ് തരാനാണ് ഞാൻ വിളിച്ചത്. ദേ, മര്യാദയ്ക്കൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ എൻ്റെ ഭാര്യയാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ എന്നോട് അധികാരമൊന്നും പ്രയോഗിക്കണ്ട. പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ പോലീസുകാർ പ്രതികളുടെ കയ്യിൽ വിലങ്ങ് വയ്ക്കാറുണ്ട്. അതുപോലെ നിന്റെ കഴുത്തി കിടക്കുന്ന ആ താലിമാല ഞാൻ അണിയിച്ചൊരു വിലങ്ങാണ്. കൂടാതെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞ കാര്യം ഒരു ഓർമ്മപ്പെടുത്തലായി ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ഒരാളെ വേണം. അതിൻ്റെ കൂടെ എൻ്റെ പ്രതികാരവും നിറവേറണം. ഈ രണ്ട് കാര്യത്തിനുമാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. മനസ്സിലായോടി? ദേ, അധികം വിരട്ടല്ലേ മിസ്റ്റർ. ഞാൻ നിങ്ങളുടെ അമ്മാവന്റെ മകളാണെന്ന് കരുതി ഒരല്പം സ്നേഹം എനിക്ക് നിങ്ങളോട് ബാക്കി നിൽപ്പുണ്ടായിരുന്നു. അതാ ഒരാപത്ത് വരാൻ പോകുന്നു തോന്നിയപ്പോ ഞാനൊരു വാർണിംഗ് തന്നത്. അതിനിങ്ങനെ അമിട്ടുകുറ്റി പൊട്ടും പോലെ നിങ്ങൾ പൊട്ടിത്തെറിക്കൊന്നും വേണ്ട. ഭാര്യയാണെന്നുള്ള അധികാരമൊന്നും എനിക്ക് നിങ്ങളുടെ അടുത്ത് എടുക്കേണ്ട കാര്യവുമില്ല. ഞാൻ നിങ്ങളുടെ ഭാര്യയുമല്ല. തീവണ്ടിയുടെ മുന്നിൽ കൊണ്ടുചെന്ന് ആരെങ്കിലും തല വെക്കോ? വേണ്ടായിരുന്നു. വടി കൊടുത്ത് അടി മേടിച്ചതാ. ഇപ്പൊ തീവണ്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് തലവെച്ചതുപോലെയായി. നിങ്ങൾ ആ മൈഥിലിയെ പ്രാണനെ പോലെ സ്നേഹിച്ചു, അന്ധമായി വിശ്വസിച്ചു. പക്ഷേ നിങ്ങളുടെ സ്നേഹത്തിന്റെ വില അവള് മനസ്സിലാക്കിയില്ല. സ്നേഹം മനസ്സിലുണ്ടായ പോരാ മിസ്റ്റർ, അത് പ്രകടിപ്പിക്കാനും അറിയണം. ഭാര്യമാരാഗ്രഹിക്കുന്നത് അതാ. ഇതൊന്നും മനസ്സിലാക്കാതെ അവള് നിങ്ങളെ ഇട്ടേച്ചു പോയി. നിങ്ങളെ ഇട്ടേച്ചു പോയ അവളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഇപ്പോഴും വേദനിക്കുന്നു. നിങ്ങൾ ഇത്ര വിട്ടിയാണോ മണ്ടച്ചാരൻ? ഡോസിലൽപ്പം കൂടിപ്പോയോ? ഛെ. ആരാ?